ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. ഇന്നു മുതൽ നമ്മളൊരു പുതിയ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യ EU ഉച്ചകോടിയിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് ആര്? അപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ EU ഉച്ചകോടി നടന്നു എന്ന് നമുക്കറിയാം. ഇതിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇത് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് ഈ ഉച്ചകോടി നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ EU എന്ന് പറയുന്നത് ആരാണ്? യൂറോപ്യൻ യൂണിയൻ ആണ്. യൂറോപ്യൻ യൂണിയനെയാണ് EU എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഉച്ചകോടി നടന്നിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പങ്കെടുത്തത്. ഈ ഉച്ചകോടികൾ പ്രധാനമായിട്ടും സ്വതന്ത്ര വ്യാപാര കരാർ സാധ്യമാക്കാൻ സ്ഥിരമായിട്ട് ഉന്നതതല ചർച്ചയാകാമെന്നാണ് അവർ ധാരണ വന്നെത്തിയിരിക്കുന്നത്. അതായത് ഇതിലെ സ്വതന്ത്രമായിട്ടുള്ള വ്യാപാര കരാർ സാധ്യമാക്കുവാൻ വേണ്ടി ഇവർക്ക് ഉന്നതതല ചർച്ചകൾ എല്ലാ മാസവും സംഘടിപ്പിക്കാം എന്നുള്ളൊരു ധാരണ ഈ ഉച്ചകോടിയിൽ ഇവർ കൈക്കൊള്ളുകയുണ്ടായി. അതുപോലെ തന്നെ 2025 വരെയുള്ള ശാക്തിക പങ്കാളിത്തത്തിനുള്ള മാർഗരേഖ ഈ ഉച്ചകോടിയിൽ അംഗീകരിച്ചു. അപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള 2025 വരെയുള്ള ശാക്തിക പങ്കാളിത്തത്തിനുള്ള മാർഗരേഖ ഇവർ അംഗീകരിക്കുകയുണ്ടായി. അപ്പോൾ 2025 വരെയുള്ള ശാക്തിക പങ്കാളിത്തത്തിനുള്ള മാർഗരേഖ ഈ ഉച്ചകോടി അംഗീകരിക്കുകയുണ്ടായി. പ്രതിരോധ മേഖലയിലും അതുപോലെ ആണവോർജ മേഖലയിലും ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക. അപ്പോൾ പ്രതിരോധ മേഖല, ആണവോർജം, അതുപോലെ തന്നെ ആരോഗ്യ മേഖല, ഈ മേഖലകളിലെല്ലാം തന്നെ ഇവരുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു ധാരണയും ഈ ഉച്ചകോടിയിൽ ഇവർ എടുക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇന്ത്യയും ചൈനയുമായുള്ള ഈ അതിർത്തി വിഷയങ്ങൾ, അതുപോലെ തന്നെ പൗരത്വ നിയമം, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള മനുഷ്യാവകാശ സംരക്ഷണ നിയമങ്ങളെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യ EU എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഉച്ചകോടിയിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തിരിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് ഈ ഉച്ചകോടി സംഘടിപ്പിച്ചത്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതാണ്, ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി എന്ന് പറയുന്ന ആരാണ്? പീയൂഷ് ഗോയലാണ്. അപ്പോൾ ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി എന്ന് പറയുന്നത് പീയൂഷ് ഗോയലാണ്. ഇനി നമ്മൾ യൂറോപ്യൻ യൂണിയനെ പറ്റി പഠിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 1993 1993 യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, 1993 യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത്. ഇത് ഏത് ഉടമ്പടി പ്രകാരമാണ് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായതെന്നുള്ള? മാസ്ട്രിച്ച് ഉടമ്പടി പ്രകാരമാണ് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത്. അപ്പോൾ മാസ്ട്രിച്ച് ഉടമ്പടി പ്രകാരമാണ് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത്. ചോദ്യം ഇങ്ങനെ വരാം, ഏത് ഉടമ്പടി പ്രകാരമാണ് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത്? മാസ്ട്രിച്ച് ഉടമ്പടിയാണ്. എന്നാണ് സ്ഥാപിതമായത്? 1993 സ്ഥാപിതമായത്. ഇനി യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണെന്നുള്ള അടുത്ത ചോദ്യം വന്നാലും ബ്രസൽസ് ആണ്, ബെൽജിയം. അപ്പോൾ ബെൽജിയത്തെ ബ്രസൽസിലാണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥാപിതമായ വർഷം ഇതിനോടൊപ്പം പഠിക്കുന്നു, 1993. ഇനി ഇതിന്റെ ഏത് ഉടമ്പടി പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? മാസ്ട്രിച്ച് ഉടമ്പടി പ്രകാരമാണ്. എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്? ബ്രസൽസ്, ബെൽജിയം. ഇനി അടുത്ത അതിനോടൊപ്പം ചേർത്ത് പഠിക്കുന്നത്, എത്ര അംഗങ്ങളാണുള്ളത്? യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 27 അംഗങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിലവിൽ എത്ര അംഗങ്ങളുണ്ട്? 27 അംഗങ്ങളാണ് ഉള്ളത്. ഇനി പഠിക്കേണ്ടത്, യൂറോപ്യൻ യൂണിയന്റെ കൗൺസിൽ പ്രസിഡന്റ്, നിലവിലെ കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? ചാൾസ് മിച്ചലാണ്. ചാൾസ് മിച്ചലാണ് യൂറോപ്യൻ യൂണിയന്റെ കൗൺസിൽ പ്രസിഡന്റ്, ചാൾസ് മിച്ചൽ. ഇനി അവരുടെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉർസുല വോണ്ടർ ലെയ്നാണ്. ഉർസുല വോണ്ടർ ലെയ്നാണ് കമ്മീഷൻ പ്രസിഡന്റ്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ, 1993 യൂറോപ്യൻ യൂണിയൻ നിലവിൽ വരുന്നത്. മാസ്ട്രിച്ച് എന്ന് പറയുന്ന ഉടമ്പടി പ്രകാരമാണ് ഇത് സ്ഥാപിതമായിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസൽസ്, ബെൽജിയത്തിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. 27 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇവരുടെ കമ്മീഷൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉർസുല വോണ്ടർ ലെയ്നും യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് ചാൾസ് മിച്ചലുമാണ്.
യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 27ആണ്. അപ്പോൾ ഇത്രയും കാര്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഉച്ചകോടിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. നയതന്ത്ര വ്യാപാരങ്ങളെ കുറിച്ച് തന്നെ പ്രതിരോധം, അതുപോലെ ആണവോർജം, ആരോഗ്യം, ഈ മേഖലയെക്കുറിച്ചെല്ലാം ഇതിനകത്ത് ധാരണയിൽ അവർ എത്തിച്ചേരുകയുണ്ടായി. ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം പറഞ്ഞു ബ്രസൽസ് എന്ന് പറഞ്ഞു, ബെൽജിയം ബ്രസൽസ് ആണെന്ന് പറഞ്ഞു. അവരുടെ കമ്മീഷൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉർസുല വോണ്ടർ ലൈനാണ് കമ്മീഷൻ പ്രസിഡന്റ്. അതുപോലെ ചാൾസ് മിച്ചലാണ് കൗൺസിൽ പ്രസിഡന്റ് യൂറോപ്യൻ യൂണിയന്റെ. ഇനി 27 രാജ്യങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇവർ മാസ്ട്രിച്ച് എന്ന് പറഞ്ഞ ഒരു ഉടമ്പടി പ്രകാരമാണ് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായിരിക്കുന്നത് പറഞ്ഞു. 1993 ഇത് സ്ഥാപിതമായത്. ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കുക. അടുത്ത ചോദ്യം ഇതാണ്, 2020 ഇന്റർനാഷണൽ പ്രസ് ഫ്രീഡം അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെ എന്നാണ്. അപ്പോൾ 2020 ഇന്റർനാഷണൽ പ്രസ് ഫ്രീഡം അവാർഡ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ലഭിച്ചത് ആർക്കൊക്കെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 4 പേർക്കാണ് ഈ അവാർഡ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്, ഷഹിബ്ദുൾ ആലം ബംഗ്ലാദേശ് ആണ്. അതുപോലെ രണ്ടാമത്തെ ആൾ മുഹമ്മദ് മൊസൈദ് ഇറാൻകാരനാണ്. അതുപോലെ മൂന്നാമത്തെ ആൾ നൈജീരിയയിൽ നിന്ന് ദബോ ഒലോർ ഉനിയാമി നൈജീരിയ. അതുപോലെ തന്നെ സെവൽന പ്രകോപ്യ റഷ്യ. അപ്പോൾ ഈ 4 പേർക്കുമാണ് ഇപ്പോഴത്തെ ഇന്റർനാഷണൽ പ്രസ് ഫ്രീഡം അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഈ 4 പേരും ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഒരാൾ ഇപ്പോഴും ജയിലിലാണ്. ഇനി 2020 അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഇന്റർനാഷണൽ പ്രസ് ഫ്രീഡം അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെ 2020? 4 പേരാണ്. ഒരാൾ ബംഗ്ലാദേശുകാരനാണ്, മറ്റൊരാൾ ഇറാൻ, അടുത്തയാൾ നൈജീരിയ, അടുത്തയാൾ റഷ്യ. ഷഹിബ്ദുൾ ആലം, മുഹമ്മദ് മൊസൈദ്, ദബോ ഒൽറോ ഇനിയോമി, സുവറ്റ്ന പ്രകോപ്യ. ഈ 4 പേർക്കുമാണ് ഇപ്പോൾ ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ അവാർഡ് 2020 നവംബർ 19 സമ്മാനിക്കുന്നത്. അപ്പോൾ 2020 നവംബർ 19 ഈ അവാർഡ് ഇവർക്ക് നൽകുന്നത്. അപ്പോൾ അത് ഓർക്കുക. ഇനി ഈ അവാർഡ് ആരാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? എപ്പോഴും ഇതിന്റെ പിന്നിൽ ഒരു ഓർഗനൈസർ ഉണ്ടാവും. ആ ഓർഗനൈസർ ആണ് CPJ എന്ന് പറയും. CPJ എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് ആണ് എന്ന് പറയുന്ന സംഘടനയാണ് ഈ അവാർഡ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ അവാർഡ് റിലീസ് ചെയ്യുന്നത്? കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ്, ദി കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന സംഘടനയാണ് 2020 ഇന്റർനാഷണൽ പ്രസ് ഫ്രീഡം അവാർഡ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇതിന്റെ HQ എന്ന് പറയുന്നാൽ ന്യൂയോർക്കിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്ന ആരാണ്? ജോയൽ സൈമൺ. അപ്പോൾ ദി കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. ജോയൽ സൈമൺ ആണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ ചോദ്യം ഇതായിരുന്നു, 2020 ഇന്റർനാഷണൽ പ്രസ് ഫ്രീഡം അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെ? അടുത്ത ചോദ്യം ഇതാണ്, ന്യൂമോണിയക്കെതിരെ തദ്ദേശീയമായി വാക്സിൻ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്ഥാപനം. അപ്പോൾ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് ന്യൂമോണിയക്കെതിരെ ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് സ്ഥാപനം എന്നുള്ളതാണ് ചോദ്യം. പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ന്യൂമോണിയക്കെതിരെ തദ്ദേശീയമായിട്ട് ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഇന്ത്യൻ സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ഒരു മാരകമായിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്, ന്യൂമോകോക്കസ് എന്ന് പറയും. അപ്പോൾ ഇതിനെതിരെയായിട്ടാണ് ഈ വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന മാരക ബാക്ടീരിയയായ ഏതാണ്? ന്യൂമോകോക്കസിന് എതിരായിട്ടാണ് ഈ വാക്സിൻ ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക, ന്യൂമോകോക്കസ്. ഇതിനെതിരായിട്ടാണ് ഈ വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മിച്ചത് ആരാണ്? പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇനി ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ കമ്പനി തദ്ദേശീയമായിട്ട് ഒരു വാക്സിൻ നിർമ്മിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ കമ്പനി ന്യൂമോണിയക്കെതിരെ ഇങ്ങനെ ഒരു വാക്സിൻ നിർമ്മിക്കുന്നത്. തദ്ദേശീയമായിട്ടുള്ള ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് ന്യൂമോകോക്കസ് പോളിസാക്രൈഡ് കോൺജുഗേറ്റ് വാക്സിൻ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ആ വാക്സിന്റെ പേരാണ് ന്യൂമോകോക്കസ് പോളിസാക്രൈഡ് കോൺജുഗേറ്റ് വാക്സിൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഇത് വിപണിയിൽ എത്തിക്കുന്നത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ആ വാക്സിന്റെ പേര് ഒരിക്കൽ കൂടി പറയാം, ന്യൂമോകോക്കസ് പോളിസാക്രൈഡ് കോൺജുഗേറ്റ് വാക്സിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് വികസിപ്പിച്ചിരിക്കുന്നത് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അടുത്ത ചോദ്യം ഇതാണ്, മാഞ്ചസ്റ്റർ സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മാഞ്ചസ്റ്റർ സർവകലാശാലയുടെ
ഓണററി ഡോക്ടറേറ്റ് ബിരുദം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. ഒരു ഫുട്ബോൾ താരമാണ്, മാർക്കസ് റാഷ്ഫർഡ് ആണ് മാഞ്ചസ്റ്റർ സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിക്കുന്നത്. ഇദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫുട്ബോൾ താരമാണ്. അപ്പോൾ ഈ മാർക്കസ് റാഷ്ഫർഡ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫുട്ബോൾ താരമാണ്. ഇതിനു മുൻപ് മാഞ്ചസ്റ്ററിന്റെ ഇതിഹാസ താരങ്ങളായിട്ടുള്ള ബോബി ചാൾട്ടൺ, അതുപോലെ തന്നെ അലക്സ് ഫെർഗൂസൺ എന്നിവർക്കൊക്കെ ഇത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, മാഞ്ചസ്റ്റർ സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫുട്ബോൾ താരമായ മാർക്കസ് റാഷ്ഫർഡ് ആണ്. ഇനി ഇതിനു മുൻപ് ലഭിച്ചത് 2 ഇതിഹാസ താരങ്ങളുണ്ട്, മാഞ്ചസ്റ്ററിന്റെ ബോബി ചാൾട്ടനും അതുപോലെ അലക്സ് ഫെർഗൂസനും ഈ ഓണററി ഡോക്ടറേറ്റ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2021 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യം. അപ്പോൾ 2021 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടക്കുന്നത് ശ്രീലങ്കയിൽ വച്ചാണ്. ആക്ച്വലി 2020 ഇത് നടക്കേണ്ടത് പാകിസ്ഥാനിൽ വെച്ചായിരുന്നു. എന്നാൽ COVID-19 ബന്ധപ്പെട്ട് ഈ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരം പാകിസ്ഥാൻ ഉപേക്ഷിക്കുകയുണ്ടായി. ഇനി അത് 2021 ശ്രീലങ്കയിലാണ് നടക്കുന്നത്. ഇതുവരെ 14 മത്സരങ്ങളാണ് ഏഷ്യൻ കപ്പിൽ നടന്നിട്ടുള്ളത്. 15ാമത്തെ മത്സരമാണ് ഇനി നടക്കാനുള്ളത്. ഈ 15ാമത്തെ മത്സരം ഇനി നടക്കുന്നത് എവിടെയാണ്? ശ്രീലങ്കയിൽ വെച്ചാണ് നടക്കുന്നത് 15ാമത്തെ ഏഷ്യ കപ്പ് മത്സരം. ഇനി ആദ്യത്തെ ഏഷ്യ കപ്പ് മത്സരം നടന്നത് 1984 ആദ്യത്തെ ഏഷ്യ കപ്പ് മത്സരം നടന്നത്. അന്ന് ഇന്ത്യയായിരുന്നു ചാമ്പ്യന്മാർ. അപ്പോൾ പ്രഥമ ഏഷ്യ കപ്പ് ചാമ്പ്യന്മാർ എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയായിരുന്നു. ഇനി 2018 അവസാനം നടന്നത് 2018 നടന്നത്. 2018 ഇന്ത്യയായിരുന്നു ചാമ്പ്യന്മാർ, ബംഗ്ലാദേശിനെയാണ് തോൽപ്പിച്ചത്. അതുപോലെ 2016 ഇന്ത്യയായിരുന്നു ചാമ്പ്യന്മാർ, ബംഗ്ലാദേശായിരുന്നു അപ്പോൾ പരാജയപ്പെടുത്തിയത്. 2014 ശ്രീലങ്കയായിരുന്നു ചാമ്പ്യന്മാർ. ഇനി 2020 അപ്പോൾ നടന്നില്ല, പാകിസ്ഥാനിൽ 2021 മാറ്റിവെച്ചു. എവിടെ വെച്ചാണ് നടക്കുന്നത്? ശ്രീലങ്കയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഏറ്റവും കൂടുതൽ F1 വിജയങ്ങൾ നേടിയ താരം ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം മൈക്കൽ ഷുമാക്കർ ആണ്. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ വൈസ് പ്രസിഡന്റ് ആര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യുക. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക്, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.